കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള ദൈവത്തിന്റെ പ്രിയജനമേ, വിശുദ്ധ ആരാധനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. ഭവനത്തിലായിരിക്കുമ്പോഴും ആരാധന മുടങ്ങാതിരിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ആരാധിക്കാം. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവേ, അനുഗ്രഹീതമായ ഒരു വിശുദ്ധ ദിവസം കൂടി കാണുവാൻ ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞുപോയ രാത്രിയിൽ ഇസ്രായേലിന്റെ പരിപാലകനായ യഹോവ ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്ത സ്നേഹമോർത്ത് നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, ഈ പ്രതികൂല നാളുകളിലും ലഭ്യമായ സാഹചര്യങ്ങളിലൂടെ, സാധ്യതകളിലൂടെ കർത്താവേ, നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. ഞങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോഴും അടിയങ്ങൾ അർപ്പിക്കുന്ന ആരാധന കർത്താവ് സ്വീകരിക്കണമേ. ഈ ആരാധനയിലൂടെ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ദിവ്യ സമാധാനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണം. ദിവ്യ സ്നേഹത്തിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വഴി നടത്തണം. നിന്നെ ആരാധിച്ച്, നിന്റെ മഹത്വം ദർശിച്ച്, നിന്റെ മൊഴികളെ കേട്ട് നിനക്ക് വേണ്ടി ജീവിക്കുവാൻ യേശുതമ്പുരാൻ ഞങ്ങളെ തുണയ്ക്കണം. നാഥാ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥനയോടുകൂടി ഫലമേൽപ്പിക്കുന്നു. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യണം. സ്തുതികൾക്ക് യോഗ്യനായ യേശുവിന് മഹത്വം തരുന്നു. വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തുതികൾക്ക് യോഗ്യനായ യേശു കർത്താവിനെ നമുക്ക് പാട്ടുപാടി സ്തുതിക്കാം, മഹിമപ്പെടുത്താം.
ജയമംഗളം നിനക്കേ യഹോവായേ. സ്തുതി മംഗളം ജയമംഗളം നിനക്കേ യഹോവായേ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. കർത്താവേ, ഞങ്ങളുടെ ധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. സ്തുതിലിത്താനിയിൽ രണ്ടാമത്തെ ഭാഗം നമുക്ക് ഉപയോഗിക്കാം. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവേൻ. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടപ്പാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. ദൈവത്തിന്റെ ഹൃദയങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും തൂങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോട് നിങ്ങളോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. നമുക്ക് ചേർന്ന് ചൊല്ലാം. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ശിഷ്യഗണമായിരിക്കാൻ ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ച യേശു കർത്താവേ, ഈ ആരാധനയിൽ സംബന്ധിക്കുന്നതിലൂടെ നിന്റെ ശിഷ്യത്വത്തിലേക്ക് വീണ ഉറപ്പിക്കപ്പെടുവാനും സമർപ്പിക്കപ്പെടുവാനും കർത്താവ് സഹായിക്കണമേ. നിന്നോട് കൂടിയിരിക്കാനും നിനക്ക് വേണ്ടി ഐക്യപ്പെടാനും നിന്നെ പ്രഘോഷിക്കാനും ഞങ്ങളെ വിളിച്ചു എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ശിഷ്യത്വത്തിൽ നിലനിൽക്കുവാൻ, ശിഷ്യനെ പോലെ ജീവിക്കുവാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലും അധ്വാനത്തിലും കൂടെ ഞങ്ങളെ വിളിച്ചവനായ യേശു കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ ഞങ്ങളെ തുണയ്ക്കണമേ. ഈ ആരാധനയിലൂടെ നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുകയും നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരുകയും ചെയ്യണമെന്ന് യേശുമശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അനുതാപ
പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവിധം വിശ്വസ്തനും നീതിമാനും ആകുന്നു. കർത്താവിന്റെ സ്നേഹമുള്ള ദൈവജനമേ, അനുതാപ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കാം. ശിഷ്യനായിരിക്കുവാൻ നമ്മെ കർത്താവ് വിളിച്ചുവെങ്കിലും അപ്രകാരം ജീവിക്കാതെ പോയ, സാക്ഷ്യമില്ലാതെ പോയ, അനുസരണമില്ലാതെ പോയ നമ്മുടെ വീഴ്ചകളെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശിഷ്യത്വത്തിലേക്ക് മടങ്ങി വരുവാനും കർത്താവിന്റെ ജീവിതത്തിലൂടെ സാക്ഷിക്കുവാനും നമ്മെ വീണ്ടും യോഗ്യരാക്കേണ്ടതിന് തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനുതാപ പ്രാർത്ഥനയിൽ 4ാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവമേ, വിചാരത്തിലും വാക്കിലും ക്രിയയിലുമുള്ള ഞങ്ങളുടെ കഠിന കുറ്റം നിമിത്തം ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് തിരുമുൻപാകെ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച് സകല ദോഷത്തിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിത്യജീവങ്കലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ദൈവത്തിന്റെ തിരുവചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇപ്പോൾ ഇന്നത്തേക്കുള്ള തിരുവചന വേദപാഠഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം ദാനിയേൽ 6-ാം അധ്യായം 11-ാം വാക്യം മുതൽ 23-ാം വാക്യം വരെ. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യം മുതൽ 23-ാം വാക്യം വരെ. അപ്പോൾ ആ പുരുഷന്മാർ ബദ്ധപ്പെട്ടു വന്ന് ദാനിയേൽ തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. ഉടനെ അവർ രാജാവിന്റെ സന്നിധിയിൽ ചെന്ന് രാജാവിന്റെ വിരോധ കൽപ്പനയെ കുറിച്ച് സംസാരിച്ചു. രാജാവെ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ കഴിക്കുന്ന ഏതു മനുഷ്യനെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. അതിന് രാജാവ് മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം ആ കാര്യം ഉറപ്പു തന്നെയെന്ന് ഉത്തരം കൽപ്പിച്ചു. അതിന് അവർ രാജസന്നിധിയിൽ, രാജാവെ, യഹൂദ പ്രവാസികൾ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയാകട്ടെ തിരുമേനി മനസ്സുകൊണ്ട് എഴുതിച്ച വിരോധ കൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ ദിവസം 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചിരിക്കുന്നു എന്ന് ഉണർത്തിച്ചു. രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സ് വെച്ച് അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു. എന്നാൽ ആ പുരുഷന്മാർ രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന്, രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരോധ കൽപ്പനയോ നിയമമോ മാറ്റിക്കൂടെ എന്നിങ്ങനെ ഒരു മേദ്യരുടെയും പാർസികളുടെയും നിയമം എന്ന് ബോധ്യമായിരിക്കണം എന്ന് രാജാവിനോട് ഉണർത്തിച്ചു.
അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. അവർ ഒരു കല്ല് കൊണ്ടുവന്ന് ഗുഹയുടെ വാതിൽക്കൽ വെച്ചു. ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതെ ഇരിക്കേണ്ടതിന് രാജാവ് തന്റെ മോതിരം കൊണ്ട്, മഹത്തുക്കളുടെ മോതിരം കൊണ്ട് അതിനൊരു മുദ്രയിട്ടു. പിന്നെ രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. അവന്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല. ഉറക്കം അവനെ വിട്ടുപോയി. രാജാവ് അതികാലത്ത് എഴുന്നേറ്റ് ബദ്ധപ്പെട്ട് ഗുഹയുടെ അരികെ ചെന്നു. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്നതിന്റെ ദൈവം സിംഹങ്ങളുടെ അടുത്തു നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായി എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് നിന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവെ, തിരുമുമ്പിൽ ഞാൻ ദോഷം ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ഇവിടെ വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ഈ വിശുദ്ധ ദിവസത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 34. നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 34. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ട് അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആര്? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്നും ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ.
ആമേൻ. ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം 2 കൊരിന്ത്യർ 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തകരായ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രസാദകാലത്തു ഞാൻ നിനക്ക് ഉത്തരം അരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോൾ ആകുന്നു സുപ്രസിദ്ധ കാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ച് ചതിയന്മാരെന്നിട്ടും സത്യവന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഇന്നത്തേക്കുള്ള വേദഭാഗം ഇവിടെ വായിച്ചവസാനിക്കുന്നു. ഈ വിശുദ്ധ ആരാധനയിൽ വായിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ പാഠഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള ദൈവവചനം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള ദൈവവചനം കേൾക്കുവിൻ. സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിക്കുവാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കാൻ വരം നൽകണമെന്ന് അവർ യേശുവിനോട് പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ ഉത്തരം പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. എന്റെ വലത്തും ഇടത്തും ഇരിക്കുവാൻ വരം നൽകുന്നതോ എന്റേതല്ല, ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അതിനുശേഷം 10 പേരും കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു തുടങ്ങി. യേശു അവരെ അടുക്ക വിളിച്ചവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്വക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുന്നവൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. സുവിശേഷ പാഠഭാഗം വായിച്ച് അവസാനിക്കുന്നു. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. തിരുവചന ധ്യാനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കുവാൻ നമുക്ക് ചേർന്ന് ഒരു പാട്ടുപാടാം.
നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നിന്റെ മക്കളായി ഞങ്ങൾ നിന്റെ അടുക്കലേക്ക് ഇതാ അടുത്തു വരുന്നു. നിന്റെ വചനം ഞങ്ങളെ കേൾപ്പിച്ച് ധൈര്യപ്പെടുത്തണമേ. നിന്റെ വചനം ഞങ്ങളെ കേൾപ്പിച്ച് വിശ്വാസത്തിൽ ഉറപ്പിക്കണം. നിന്റെ മക്കളായി ഞങ്ങൾക്ക് ശിഷ്യത്വമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നിനക്ക് വേണ്ടി ജീവിക്കുവാൻ യേശുവെ ഞങ്ങളെ ആത്മാവിലും സത്യത്തിലും ബലപ്പെടുത്തണം. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു. യേശു കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം നേരുന്നു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നാം ഇന്നും ഭവനങ്ങളിലായിരുന്നു തന്നെ കർത്താവിനെ ആരാധിക്കുന്നു. ഏത് സാഹചര്യത്തിലായാലും എല്ലാ സാഹചര്യങ്ങൾക്കും പ്രതിസന്ധികൾക്കുമൊക്കെ അതീതനായ അത്യുന്നതനായ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. സാഹചര്യങ്ങളെ പഴിക്കാതെ സാധ്യതകളെ കണ്ടെത്തി ലഭ്യമാകുന്ന സാധ്യതകളോടെയെല്ലാം കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ ഒരു സമർപ്പണ ഭാഗമാണ്. അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടുന്ന ഇനിഷ്യേഷനാണ്, പ്രാരംഭ നടപടിയാണ്. 34-ാം സങ്കീർത്തനം ദൈവമക്കൾക്ക് അനുഗ്രഹവും വിടുതലും നന്മകളും എല്ലാം ഉണ്ട് എന്ന് സങ്കീർത്തനക്കാർ ഓർമ്മിപ്പിക്കുന്നു. അപ്പോഴും യഹോവയായ ദൈവത്തെ നാം രുചിച്ചറിയണമെന്നുള്ള ഒരു വലിയ ആഹ്വാനവും സങ്കീർത്തനക്കാരും തരുന്നത് വിസ്മരിക്കുന്നു. യഹോവയായ ദൈവത്തെ രുചിച്ചറിയുക എന്നാൽ ജീവിതത്തിൽ ദൈവത്തിന് അത്രമേൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന തത്വം. ജീവിതത്തിന്റെ ഏതവസ്ഥയിലും യേശു കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്ന, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന,
ദൈവത്തെ മാനിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ആത്മീയ മാതൃക നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ ജനത്തിന് വിടുതലും ദൈവത്തിന്റെ ജനത്തിന് സൗഖ്യവും ദൈവം തരും നിശ്ചയമാണ്. എന്നാൽ അതിനോട് നമുക്കൊരു സമീപനം ഉണ്ടാകണം, നമുക്കൊരു സമർപ്പണം ഉണ്ടാകണം, നമുക്കൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകണം. എല്ലാം ദൈവം നൽകിക്കൊള്ളും എന്നുള്ള ഒരു പാസീവായിട്ടുള്ള ജീവിതമല്ല, ഒരു ആക്റ്റീവായ ദൈവത്തോട് ചേർന്ന് എല്ലാ കാലങ്ങളിലും ജീവിക്കുന്ന വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ആത്മീയതയാണ് നമുക്ക് ആവശ്യം. ദൈവത്തോടൊപ്പം ജീവിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ മാനിക്കുകയും ദൈവത്തോട് കൂടെ ആക്റ്റീവായി ജീവിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് ലഭിക്കുന്ന അനേകം നന്മകളെ കുറിച്ച് 34-ാം സങ്കീർത്തനത്തിൽ വിവരിക്കുന്നത് നമുക്ക് കാണാം. 4-6 വാക്യങ്ങളിൽ ഭയങ്ങളിൽ നിന്ന് വിടുവിക്കും, ഭയങ്ങളിൽ നിന്ന് വിടുവിക്കും. ലോകമെങ്ങും ഭയാശങ്കകളിലാണ്, ഭയാശങ്കയിലാണ്, ഭയത്തിലും വിറയലിലുമാണ്, വിറങ്ങലിച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവത്തോടൊപ്പമാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമുക്ക് നിർഭയമായിരിക്കാൻ, ചുറ്റുപാടും പ്രതിസന്ധികളാണെങ്കിലും അതിന്റെ മധ്യത്തിൽ അതിനെ തരണം ചെയ്യാനുള്ള, അതിജീവിക്കാനുള്ള കൃപ നമുക്ക് അവൻ തരും. ഭയാശങ്കകളിൽ നിന്ന് നമ്മെ വിടുവിക്കും. 112-ാം സങ്കീർത്തനത്തിൽ 8 തരത്തിലുള്ള ഭയങ്ങളെ കുറിച്ച് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തുന്നു. ഒരു മനുഷ്യന്റെ ആയുസ്സിൽ നേരിടുവാൻ സാധ്യതയുള്ള എല്ലാ തരം ഭയാശങ്കകളിൽ നിന്നും ദൈവത്തെ മാനിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവവൈതലിനെ ദൈവം വീണ്ടെടുക്കും, വിടുവിക്കുമെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. രണ്ടാമത് ദൈവത്തെ സേവിക്കുന്ന ദൈവവൈതൽ ദൈവം കൊടുക്കുന്ന പദവിയെ കുറിച്ച് 34-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, കാത്തുപരിപാലിക്കും. പരിപാലനം, കാവൽ ദൈവത്തിന്റെ സവിശേഷമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. ദൈവത്തിന്റെ ജനതയെ കരുതുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യുന്ന ദൈവസ്നേഹത്തെ കുറിച്ച് ദൈവം അവരെ കാത്തുപരിപാലിക്കും എന്ന ഒരു വലിയ പരാമർശം ഇവിടെയുണ്ട്. 34-8-ാമത്തെ വാക്യത്തിലും അവൻ നമുക്ക് നന്മ ചെയ്യുമെന്ന് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കും. നമുക്ക് നന്മ ചെയ്യും. യഹോവയെ മാനിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവം തരുന്ന പ്രതിഫലമാണ് നന്മ നമുക്ക് തരുമെന്നത് ഉറപ്പു തരും. അടുത്തൊരു പ്രത്യാശ തരുന്ന കാര്യമാണ് 9-ാമത്തെ വാക്യത്തിൽ ആവശ്യങ്ങളെ നിവർത്തിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളെ നിവർത്തിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന ഉറപ്പാണ് തരുന്നത്. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. യഹോവ എന്റെ ഇടയനാകും, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. യഹോവയായ ദൈവത്തെ ആശ്രയമാക്കി ജീവിക്കുന്ന, യഹോവയായ ദൈവത്തെ മാനിച്ച് ജീവിക്കുന്ന ദൈവവൈതലിന് ദൈവം കൊടുക്കുന്ന പ്രതിഫലമാണ് അത്. 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, അവന്റെ തിരുമുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി. ദൈവത്തെങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതമായി. അവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോയതുമില്ല. ആരാണോ ദൈവത്തെ മുറുകെ പിടിച്ചത്, ദൈവത്തെങ്കിലേക്ക് നോക്കിയത്, ദൈവത്തെ ആരാധിച്ചത്, ദൈവത്തെ നോക്കി നിലവിളിച്ചത്, അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ
ദൈവം അനുവദിച്ചില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കും. ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കേവലമായി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മാത്രമല്ല. നാം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ, നാം നമ്മുടെ ജീവിതം ദൈവ വഴിയിൽ ക്രമീകരിക്കുമ്പോൾ, നാം നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവഹിതപ്രകാരം ചെയ്യുമ്പോൾ, നാം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തെ കേന്ദ്രീകരിച്ച് ക്രമീകരിക്കുമ്പോൾ, ദൈവഭയത്തിൽ ജീവിക്കുമ്പോൾ, ദൈവാശ്രയത്തിൽ ജീവിക്കുമ്പോൾ, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവം തരുന്ന പ്രതിഫലങ്ങളാണ് അനുഗ്രഹങ്ങൾ. അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ തേടിപ്പോകുന്ന ആത്മീയതയല്ല, മറിച്ച് ദൈവത്തെ മാനിച്ച് ജീവിക്കുമ്പോൾ ദൈവം തരുന്ന പ്രതിഫലമാണ് അനുഗ്രഹങ്ങളെന്ന് ഓർക്കുക. അതുകൊണ്ട് ദൈവവൈതലിനോട് ദൈവം പറയുന്ന, സങ്കീർത്തനക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ, അവനിൽ ആശ്രയിക്കണം. ട്രസ്റ്റ് ഇൻ ഹിം, ട്രസ്റ്റ് ഇൻ ഹിം. നമുക്ക് ദൈവത്തോട് എപ്പോഴും ഒരു ആശ്രയ മനോഭാവം ഉണ്ടാകണം. ആ ഒരു ആശ്രയമാണ് നമ്മെ ഈ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാക്കി തീർക്കുക. യഹോവയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. 6-ാം വാക്യം, എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ വിടുവിച്ചു എന്ന് പറയുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചപ്പോൾ ദൈവത്തോടുള്ള നിലവിളി, ദൈവത്തോടുള്ള പ്രാർത്ഥന, ദൈവത്തോടുള്ള നമ്മുടെ അർത്ഥന ദൈവം നിരസിക്കുകയില്ല. അത് കേൾക്കുകയും അതിന്റെ പ്രതിഫലം നൽകുകയും ചെയ്യും. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ആരംഭം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അഭയം പ്രാപിക്കണം, യഹോവയിൽ അഭയം പ്രാപിക്കണമെന്ന് ഓർമ്മിപ്പിക്കുക. യഹോവ നല്ല രുചിച്ചറിയുക, അഭയം പ്രാപിക്കുക. ഇവനാണ് എന്റെ ആശ്രയ സങ്കേതം എന്ന ബോധത്തോടുകൂടി യഹോവയിൽ അഭയം പ്രാപിക്കുക. വ്യാജം പറയാതെ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക. വ്യാജം പറയാതെ അധരങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുക. അതിനുവേണ്ടി ജീവിക്കുകയാണ് നമ്മുടെ ആത്മീയ ഉത്തരവാദിത്വം. ജീവിതത്തിന്റെ ഏതവസ്ഥയിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു മനോഭാവം, ഒരു ആത്മീയ ജീവിത ചര്യ നമുക്കുണ്ടാക്കിയെടുക്കുവാൻ കഴിയേണ്ടിയിരിക്കും. യഹോവ അന്വേഷിക്കുന്ന മക്കൾക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല. അത് വേദപുസ്തകം തരുന്ന ഒരു വലിയ ഉറപ്പാണ്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിനറിയാം. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവത്തോട് നമുക്കൊരു ആത്മീയ കടപ്പാടുണ്ട്. നാം ദൈവത്തിന്റെ വകയാണ് എന്ന് നാം അംഗീകരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ വകയാണ്, ഞാൻ ദൈവത്തിനുള്ളതാണ് എന്ന ഒരു ബോധ്യം നമുക്ക് എപ്പോഴും. ബാലനായിരുന്ന യേശുവിന് ആ ഒരു ഉറപ്പുണ്ടായിരുന്നു. ഞാൻ എന്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതാണെന്ന ബോധ്യം ബാലനായപ്പോൾ തന്നെ യേശുവിനുണ്ടായിരുന്നു. ഞാൻ ദൈവത്തിന്റെ വകയാണ്, ഞാൻ ദൈവത്തിന് വേണ്ടിയുള്ളവനാണ് എന്ന നിത്യമായ സത്യം നാം അംഗീകരിക്കുന്നു. ആ അനുഭവത്തിൽ ജീവിക്കുവാൻ നമുക്ക് മനസ്സുണ്ട്. നമ്മുടെ വിനയവും നമ്മുടെ ആധ്യാത്മികതയും നമ്മുടെ ആരാധനയും നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും നമ്മുടെ ശുശ്രൂഷകളിലെ സമർപ്പണവും വിശ്വസ്തതയും എല്ലാം ഞാൻ അവന്റെ വകയാണെന്നുള്ളതിന്റെ തെളിവുകളാക്കി നമുക്ക് സമർപ്പിക്കുവാൻ കഴിയും. ഞാൻ ദൈവത്തിന്റെ വകയാണ് എന്ന് ബോധ്യപ്പെടുമാറ് ജീവിതം കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, ആധ്യാത്മികത കൊണ്ട്, നമ്മുടെ വിനയം കൊണ്ട്, നമ്മുടെ വിശ്വസ്തത കൊണ്ട് ദൈവത്തോട് സാക്ഷിക്കുവാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമെന്നതിന് യാതൊരു തർക്കവുമില്ല. അതിന്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തുന്നത്: യഹോവ തന്റെ ദാസന്മാരെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. തീർച്ചയായിട്ടും നാം കടന്നു പോകുന്ന ഈ പ്രയാസവേളകളിൽ സാഹചര്യങ്ങളെ വഴിപറയാതെ പലവിധമായ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധം മുറിഞ്ഞു പോകാതെ
ഞാൻ ദൈവത്തിന്റെ വകയാണ് എന്ന ആത്മബോധ്യത്തിൽ, ഞാൻ ദൈവത്തിന്റെ സ്വന്തമാണ് എന്ന ആത്മബോധ്യത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകൾ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കേവലം അനുഗ്രഹങ്ങൾക്കും സമൃദ്ധിക്കും നന്മയ്ക്കും വേണ്ടി മാത്രം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരായിട്ടല്ല, മറിച്ച് ദൈവത്തെ സേവിക്കുന്നത് എന്റെ ആത്മീയ ഉത്തരവാദിത്വമാണ്, ദൈവത്തെ മാനിക്കുന്നത് എന്റെ കടമയാണ്, ദൈവത്തെ അനുസരിക്കുന്നത് എന്റെ ആത്മീയ ദൗത്യമാണ് എന്ന ബോധ്യത്തോടുകൂടി ഞാൻ ദൈവത്തിന്റെ വകയാണ് എന്ന ആത്മബോധത്തെ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് നാം ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമുക്ക് തരുന്ന പ്രതിഫലമാണ് അനുഗ്രഹം. അങ്ങനെ ദൈവത്തോട് വിശ്വസ്തരായി ജീവിച്ച്, ദൈവത്തോട് കൂറ് പ്രഖ്യാപിച്ച്, ദൈവനാമത്തിനു വേണ്ടി ജീവിക്കുവാൻ മനസ്സൊരുക്കം കാണിച്ച് അതിന്റെ പ്രതിഫലമായി അനുഗ്രഹങ്ങളും വിടുതലും ഈ പ്രതിസന്ധികളിൽ നിന്ന് വിമോചനവും പ്രാപിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെയും സകല ലോകത്തെയും എന്നും എല്ലാ കാലത്തും ഒരുപോലെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും എല്ലാ കാലവും ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിൽ ഉത്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഈ വിശുദ്ധാരാധനയിലേക്കുള്ള പ്രത്യേക അപേക്ഷ പെന്തക്കോസ്തിന് ശേഷം 5-ാം ഞായർ ശ്രേഷ്ഠ ഗുരുവായ ദൈവമേ, യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ വില യേശുക്രിസ്തുവിലൂടെ നീ ഞങ്ങൾക്ക് കാട്ടിത്തന്നിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ഉത്തമ ശിഷ്യരായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്റെ വചനത്തോട് അനുസരണമുള്ളവരായി ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളിൽ ഒരു ദാസഹൃദയത്തെ രൂപപ്പെടുത്തുകയും ദിനം തോറും നിന്റെ ക്രൂശെടുത്തുകൊണ്ട് നിന്നെ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ
ത്രിയേക ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കുവാൻ നമുക്ക് ചേർന്ന് ഒരു പാട്ട് പാടാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ. പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ. നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായത്, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായത്. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള മക്കളെ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. ദൈവത്തെങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിച്ചു. അവർ ഒരിക്കൽ ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല.
അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തിങ്കിലേക്ക് നോക്കി മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. ദൈവമായ കർത്താവിനോട് ഒരു ശിഷ്യന്റെ ഹൃദയം തരയണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. അനുസരണമുള്ള, ആത്മബോധമുള്ള, ഞാൻ ദൈവത്തിന്റെ വകയാണ് തിരിച്ചറിവുള്ള, ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി ജീവിക്കുവാൻ ഉത്തരവാദിത്തമുണ്ടെന്ന് ഉറപ്പുള്ള ഒരു ശിഷ്യന്റെ ഹൃദയം നമുക്ക് ലഭിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ആലയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആലയത്തിലെ കുടുംബങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് മധ്യസ്ഥത അണയ്ക്കാം. ഈ പ്രതികൂല നാളുകളൊക്കെ നീങ്ങിപ്പോയി ആലയങ്ങൾ തുറക്കുവാനും ആരാധനകൾ സജീവമായി തീരാനും ദേശത്തെങ്ങും സൗഖ്യം നിറയുവാനും കർത്താവ് സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന മക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിച്ച് സ്തോത്രം കരയേറ്റി പ്രാർത്ഥിക്കാം. രോഗികൾ, ക്ഷീണിതർ, പ്രയാസങ്ങൾ നേരിടുന്നവർ, പ്രതികൂലങ്ങളോട് കടന്നു പോകുന്നവർ, അതിന്റെ മാനസിക വ്യഥകളും നൊമ്പരങ്ങളും നേരിടുന്നവർ, രോഗത്തിന്റെ പ്രയാസങ്ങളിലൂടെ നിരാശ ബാധിക്കപ്പെട്ടവർ, തകർന്നുറങ്ങിയിരിക്കുന്ന മക്കൾ, എല്ലാവരും നമുക്ക് ഓർക്കാം. കോവിഡ് ബാധിതരായിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് മധ്യസ്ഥത അടയ്ക്കാം. അവരുടെ കുടുംബാംഗങ്ങളെ ഓർക്കാം. നിരീക്ഷണത്തിൽ കഴിയുന്ന കുടുംബങ്ങളെയും മക്കളെയും ഓർത്ത് മധ്യസ്ഥത അണയ്ക്കാം. ഈ കോവിഡ് മഹാമാരിയുടെ പ്രതികൂലങ്ങളൊക്കെ നീങ്ങിപ്പോകേണ്ടതിന്, ദേശത്തെങ്ങും സമാധാനവും സംപ്രീതിയും വർദ്ധിച്ചു വളരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരൊക്കെ നമുക്ക് ഓർക്കാം. രോഗികൾ, ക്ഷീണിതർ, നിരാശ പ്രാപിച്ചിട്ടില്ല നമുക്ക് ഓർക്കാം. നമ്മൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന മക്കളെ ഓർക്കാം. പലവിധമായ ജീവിത സാഹചര്യങ്ങളുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരൊക്കെ നമുക്ക് ഓർക്കാം. ആരോഗ്യ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആരോഗ്യ മന്ത്രാലയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആലയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭരണകൂട സംവിധാനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാം. സ്വർഗീയ പിതാവിന്റെ കരങ്ങളിലേക്ക് സകല ലോകത്തിന്റെയും സൗഖ്യത്തിന് വേണ്ടി മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഭരമേൽപ്പിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്നിലേക്ക് നോക്കിയവർ അവരുടെ മുഖം പ്രകാശിച്ചു. അവർ ലജ്ജിച്ചു പോകുവാൻ ഒരിക്കലും അനുവദിച്ചില്ലല്ലോ. ഇപ്പോൾ നാഥ, നിന്റെ കുഞ്ഞുങ്ങളായി ഞങ്ങൾ നിന്റെ അടുക്കിലേക്ക് വന്ന നിന്റെ തിരുമുഖത്തേക്ക് നോക്കി അഭാപിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളൊക്കെ ഞങ്ങളോട് പൊറുക്കണമേ. കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ വ്യക്തിപരമായി നീ രൂപാന്തരപ്പെടുത്തണമേ. യേശു കർത്താവിനോട് ഏറ്റവും അടുത്ത് ജീവിപ്പാൻ, യോഹന്നാനെ പോലെ മാറോട് ചേർന്നിരിക്കുവാൻ കർത്താവെ ഞങ്ങളെ തുണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ നിന്നെ സ്നേഹിച്ചും മാനിച്ചും സേവിച്ചുമൊക്കെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങൾ നിന്റെ വകയാണെന്ന് തിരിച്ചറിഞ്ഞ നിന്റെ നാമത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിനക്ക് മഹത്വപരമായി ജീവിപ്പാൻ യേശു കർത്താവ് മുഖാന്തരം ഞങ്ങളെ നീ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് കരുതണമേ. നിന്നെ നോക്കി വിളിക്കുന്ന അനേകം കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെ കർത്താവ് കരുതണമേ. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. പലവിധമായ ആവശ്യഭാരങ്ങളിൽ പലവിധമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന കടപ്പെട്ടിരിക്കുന്ന മക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് രോഗികൾ, ക്ഷീണിതർ, നിരാശ ബാധിക്കപ്പെട്ടവർ, തകർന്നുറങ്ങിയിരിക്കുന്നവർ പ്രകാരമൊക്കെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ കടന്നു പോകുന്ന, നിരാശ ബാധിച്ച, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളെ ഓർക്കുക. യേശു കർത്താവേ, ആ പ്രതികൂലങ്ങളുടെ മധ്യേ നിന്നെ അനുഗ്രഹിക്കുന്ന, സൗഖ്യമാക്കുന്ന, ആശ്വസിപ്പിക്കുന്ന കരം നീട്ടി നിന്റെ മക്കളെ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ലോകത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കും. എത്രയോ നാളുകളായി ലോകമെങ്ങും പടർന്നു പിടിച്ചിരിക്കുന്ന കോവിഡ് മഹാമാരി മൂലം ഞങ്ങൾക്ക് പ്രതികൂലങ്ങളാണ്, കർത്താവ് പ്രയാസങ്ങളിലാണ്, ബുദ്ധിമുട്ടുകളിലാണ്, ആകുലതകളിലും ആശങ്കകളിലുമാണ്. കർത്താവ് ഞങ്ങൾ കടന്നു പോകുന്ന പ്രയാസങ്ങളുടെ മധ്യേ തിരുമുഖത്തേക്ക് നോക്കി അഭാപിതാവേ ഞങ്ങൾ നിലവിളിക്കുന്നു. യേശു കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. യേശു കർത്താവേ ഞങ്ങൾ ലോകത്തിന് നിന്റെ സൗഖ്യത്തിന് ആത്മാവിന് പകർന്ന് വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം പിതാവേ. രോഗികളും ക്ഷീണിതരുമായിരിക്കുന്ന മക്കളെ നിന്റെ സൗഖ്യമാക്കുന്ന കരങ്ങൾ വഹിക്കണമേ. അവർക്ക് ആവശ്യമുള്ള വിടുതലും സമാധാനവും കൽപ്പിക്കണമേ. കർത്താവേ നിന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു ദോഷവും കൂടാതിരിക്കുവാൻ അവരെ നാഥൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തോത്രം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ആരോഗ്യ മേഖലയിൽ കോവിഡ് പോരാളികളായി ജോലി ചെയ്യുന്ന എല്ലാ മക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, നിന്റെ സ്വർഗീയമായ കാവലും കരുതലും ഒക്കെ നിന്റെ മക്കൾക്ക് നൽകണമേ. അവരെ നാഥൻ വീണ്ടെടുക്കണമേ. അവരെ നാഥൻ ബലപ്പെടുത്തണമേ. അവരുടെ ശുശ്രൂഷകളൊന്നും വെറുതെയായി പോകാതിരിക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങൾ ശുശ്രൂഷകളിലൂടെ രോഗികൾക്ക് സൗഖ്യമായി, രോഗികൾക്ക് ധൈര്യമായി, രോഗികൾക്ക് ആശ്വാസവും ബലവുമായി നിന്റെ കുഞ്ഞുങ്ങളെ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശു കർത്താവേ, ഞങ്ങളുടെ സഭയെ സമർപ്പിക്കുന്നു. സഭയിലെ എല്ലാ കുടുംബങ്ങളും കർത്താവിന് കൃപയുണ്ടാകണമേ. യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവരും കരുതണമേ. ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ രോഗപ്രയാസങ്ങളൊക്കെ മാറി, ഈ കോവിഡ് പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോയി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാലയങ്ങളൊക്കെ തുറക്കപ്പെടുവാനും അവർ പോയി സ്കൂളിൽ പഠിക്കുവാനുമുള്ള ഒരു ക്രമീകരണങ്ങളെ കർത്താവ് ഒരുക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ നീ കൂടെ ഇരുന്ന അവരുടെ ജീവിതങ്ങൾ ശുഭകരവും ശോഭനവുമായി തീരുവാൻ യേശു കർത്താവേ നീ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളുടെ അറിവിലും പരിചയത്തിലും ഞങ്ങളുടെ ഭവനത്തിലും ആലയത്തിലും ഒക്കെ അപ്രകാരം ശുശ്രൂഷകളായിരിക്കുന്ന മക്കളുണ്ട്. അവരെ കരുതണമേ. പലവിധമായ പ്രയാസങ്ങൾ നേരിടുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന അനുഗ്രഹിക്കണമേ. സാമ്പത്തികം ഞെരുക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. മാനസികമായി തകർന്നൊരുങ്ങിയിരിക്കുന്ന മക്കളുണ്ട്. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഭരണകൂട സംവിധാനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രധാനമന്ത്രി, ഞങ്ങളുടെ പ്രസിഡന്റിനെ, ഞങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റിനെ, ഞങ്ങളുടെ സംസ്ഥാന ഭരണകൂടങ്ങളെ ഓർക്കുന്നു. കർത്താവേ, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി, മതപരമായ താല്പര്യങ്ങൾക്ക് അതീതമായി ഭാരത മക്കളുടെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിപ്പാൻ ഞങ്ങളുടെ ഭരണകൂടാധികാരികളെ, ഞങ്ങളുടെ ഭരണാധികാരികളെ നിന്റെ പരിശുദ്ധാത്മാവ് നിറച്ച് അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ. നാഥ, നിന്റെ കരങ്ങളിലേക്ക് അനാഥരാക്കപ്പെട്ട കുടുംബങ്ങളെ മക്കളെ ഞങ്ങൾ ഓർക്കുന്നു. നീ അവർ കാവലും കരുതലുമായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. യേശു കർത്താവേ, ഈ രോഗപ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോയി ലോകമെങ്ങും സൗഖ്യം നിറഞ്ഞു നിൽക്കുവാൻ, ലോകമെങ്ങും സമാധാനം വർദ്ധിച്ചു വളരുവാൻ, ലോകത്തിലെങ്ങും ശാന്തതയും സൗഖ്യവും ഉണ്ടായി വരുവാൻ യേശു കർത്താവേ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ. ലോകത്തെ രൂപാന്തരപ്പെടുത്തണമേ. ലോകത്തെ വീണ്ടെടുക്കണമേ. ലോകത്തിന്റെ അകൃത്യങ്ങളെ നീ പൊറുക്കണമേ. ലോകത്തിന്റെ കെടുതികളിൽ നിന്നും, ലോകം കടന്നു പോകുന്ന ഈ മാരകമായ രോഗമഹാമാരിയിൽ നിന്നും ഞങ്ങൾ വീണ്ടെടുത്ത് കർത്താവേ നിന്റെ സൗഖ്യവും ആശ്വാസവും എല്ലാ മക്കളുടെ മേലും പകരണമേ. നാഥ, നിന്റെ കരങ്ങളിലേക്ക് ഇതാ അടിയങ്ങളെ പ്രാർത്ഥനയോടുകൂടി ഏൽപ്പിക്കുന്നു. മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാട യേശുവിന് തരുന്നു. മശിഹായുടെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമുക്ക് നൽകിയ നന്മകൾ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ ആരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്തതിന്റെ പരിമിതി ചൂടാത്ത സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങൾ ഏൽപ്പിച്ച ഞങ്ങളുടെ നാടുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന് അതിനുള്ള മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കരുണതക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ.
കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നുവെന്ന് ഞങ്ങൾ ഓരോരുത്തരും കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാനും ഞങ്ങൾക്ക് കൃപയും ശക്തിയും ലഭിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം കൃപ അരുളേണമേ. ആമീൻ. ഈ ഒരു പാട്ട് നമുക്ക് പാടുമ്പോൾ ദൈവനാമത്തിൽ നമുക്ക് നമ്മുടെ ദാനങ്ങളെ ദൈവാലയത്തിലേക്ക് വേണ്ടി വേർതിരിച്ചു വയ്ക്കാം. നമുക്ക് ചേർന്ന് ഒരു പാട്ട് പാടാം. നമുക്ക് നമ്മുടെ ദാനങ്ങളെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാം. നമ്മുടെ ദാനങ്ങളെയും നമ്മെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശുവിനെ നൽകിയപ്പോൾ അവനോടുകൂടെ സകലവും ഞങ്ങൾക്ക് സൗജന്യമായി നൽകിയ യേശു കർത്താവേ, ഈ ദാനങ്ങളോടുകൂടെ ഞങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ ദാനങ്ങൾ ദൈവനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി വിനിയോഗിക്കുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തേണമേ. ഞങ്ങളൊന്നും നേടിയതല്ല, എല്ലാം യേശു ഞങ്ങൾക്ക് നൽകിയതാണ് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ സമ്പാദ്യം കൊണ്ട് മാത്രമല്ല, ഞങ്ങളുടെ ആയുസ് കൊണ്ട് നിന്നെ സ്നേഹിപ്പാനും സേവിപ്പാനും ഞങ്ങൾക്ക് കൃപ തരയണമെന്ന് യേശു മിശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു.
വിശ്വാസത്തോടെ കർത്താവിന്റെ ആശീർവാദം എന്ന മുദ്ര ഏറ്റുകൊള്ളുവൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപകളും വാഴ്വുകളും കർത്താവിന്റെ വാത്സല്യമുള്ള മക്കളെ നമ്മോടുകൂടെയും നമ്മുടെ ഭവനങ്ങളോടുകൂടെയും സകല ലോകത്തിന്റെയും സൗഖ്യത്തോടുകൂടെയും ഇന്നുമെല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടുകൂടെ തന്നെ ആയിരിക്കാം. ആമേൻ. അനുഗ്രഹീതമായ ആരാധന സംബന്ധിച്ച എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.